രാവിലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല സ്പോഞ്ചി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണിന്ന്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടോക്കാം. വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് ഞാൻ 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചരി ഇല്ലെങ്കിൽ ബിരിയാണി റൈസ് വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് എടുക്കാം. നന്നായിട്ട് കഴുകിയിട്ട് ആ കഴുകിയൊരു കുറച്ച് വെള്ളം അതിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങയുടെ ഒരു കറുത്ത ഭാഗം പെടാതെ നമ്മൾ നോക്കണം. ഇനിയിപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഒരു 1/4 കപ്പ് ചോറ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണും കാട്ടി കുറവായിട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്പിയിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്പത്തിന് നല്ല വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേങ്ങയുടെ ആ ഒരു കറുപ്പ് ഭാഗമൊന്നും പെടരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് തിരുമ്പിയെടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മളിത് രാത്രിയിലാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുന്നത്. നമ്മൾ രാത്രിത്തെ അരച്ചിട്ടൊന്നും റെഡിയാക്കുന്നില്ല കേട്ടോ. ഇതുപോലെ വെക്കുകയാണ്. എന്നിട്ട് രാവിലെയാണ് നമ്മളിത് അരച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ഏകദേശം നമ്മുടെ അരിക്കന്ന് നന്നായിട്ട് തന്നെ കുതിർന്ന് ഒരു ചെറിയൊരു ബബിളൊക്കെ മേലേക്ക് വന്നിട്ടുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ ഒരു വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളം കുറവായി തോന്നിയാൽ മാത്രം വേറെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഞാൻ ഈ അരി മുഴുവനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലോട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ ഇതൊന്ന് ഈസ്റ്റ് ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. വലുപ്പത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് നല്ല തിളച്ചിട്ടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ വേഗത്തിൽ നിന്ന് പൊങ്ങി റെഡിയായിട്ട് കിട്ടിക്കോളും. നമുക്ക് 1 മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യാണ്ട് അരമണിക്കൂറിൻ്റെ തന്നെ അതൊന്ന് റെഡി ആയിക്കോളും. അപ്പം ഞാൻ ഇത് ഒരു അരമണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ചൂടുള്ള വെള്ളത്തിലേക്ക് റിങ് വെച്ചിട്ട് അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു പാത്രം ഫുള്ളായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതൊന്ന് പൊങ്ങി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുത്തിയെടുക്കൊന്നും ചെയ്യരുത്. മേലെന്ന് കയ്യിൽ വെച്ചിട്ട് എടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഇതിലൊന്നും ഒരു കയ്യിൽ മാവ് ഒഴിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു 2-3 പ്രാവശ്യം നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഒരു സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കി കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നല്ല സ്പോഞ്ച് പോലുള്ള നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. അപ്പോൾ നമുക്കിത് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായിട്ടിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കേണ്ട. ഇൻഷാ അല്ലാഹ്. ഓക്കെ.